നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും പല ആളുകൾക്കും ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. അവർക്ക് അതൊന്നും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കാത്തത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളുടെ ഒരു ഫ്രീ ആയിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഫ്രീ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അതുകൂടാതെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. നിങ്ങളെ അലൈൻമെന്റിലാക്കും. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് നെഗറ്റീവ് തോട്ട് പ്രോസസ്സുകൾ കംപ്ലീറ്റ് ഹീൽ ചെയ്യുന്ന ഹീലിംഗ്സും മെഡിറ്റേഷനും ഒക്കെ പഠിപ്പിക്കുന്ന പെയ്ഡ് ക്ലാസിന്റെ ഡീറ്റെയിൽസും ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അതും നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ് നമ്മുടെ കംപ്ലീറ്റ് പ്രോസസ്സ് വരുന്ന പെയ്ഡ് ക്ലാസ് നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ആയിരിക്കും അതിന്റെ ഡീറ്റെയിൽസ് ഇടുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാവരും തന്നെ നമ്മുടെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്തുകൊണ്ടായിരിക്കും അവർക്ക് പല ആളുകൾക്ക് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടെങ്കിലും അതൊന്നും അവർക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റാത്തത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു എനർജി ബേസ്ഡ് യൂണിവേഴ്സ് ആണ്. ഇത് കഷ്ടപ്പെടുന്നവന്റെ ലോകമല്ല. ഇതൊരു എനർജി ബേസ്ഡ് യൂണിവേഴ്സ് ആണ്. നിങ്ങൾ വെറുതെ ഇരുന്നാൽ എല്ലാം കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം യൂണിവേഴ്സ് പ്രോപ്പറായി നിങ്ങളെ റീഡയറക്റ്റ് ചെയ്ത് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങളുടെ പാത്തിനെ എളുപ്പമാക്കി വളരെ എളുപ്പത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നേടിത്തരാൻ പാകത്തിനുള്ള ഒരു എനർജി ബേസ്ഡ് യൂണിവേഴ്സ് ആണ്. അതാണ് ഞാൻ പറയുന്നത്. ഇത് ഹാർഡ് വർക്ക് ചെയ്ത് കുറെ പുഷ് ചെയ്ത് കുറെ വർക്ക് ചെയ്ത് അങ്ങനെ നേടിയെടുക്കുന്ന ലോകമല്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇബ്രാഹിം ഹിക്സ് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് നമ്മളൊരു ഒരു ഭയങ്കര ടയറിങ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിയും 17 സെക്കൻഡ് നമ്മൾ എന്താണ് മാനിഫെസ്റ്റേഷനും അല്ലെങ്കിൽ ചിന്തകളെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അലൈൻമെന്റിലായിരിക്കുക എന്നുള്ളതാണ് എബ്രാഹിം ഹിക്സ് പറയുന്നത്. അപ്പൊ അതേ കണക്ക് ആണ് സംഭവം എന്ന് പറയുന്നത്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾ കഷ്ടപ്പെട്ടോളൂ, പക്ഷെ എത്ര കഷ്ടപ്പെട്ടും കാര്യമില്ല. നിങ്ങൾ അലൈൻമെന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് തന്നെയാണ് ഈ അലൈൻമെന്റ് എന്ന് പറയുന്നത്. ആ പേര് കേട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ചിന്താഗതികൾ നിങ്ങൾ പല ആളുകളും ഇല്ലായ്മകളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് അതില്ല ഇതില്ല അങ്ങനെയൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് മാനിഫെസ്റ്റേഷൻസ് നടക്കാതെ. നമ്മൾ പോസിറ്റീവായ മനോഭാവം സൃഷ്ടിക്കുക, എല്ലാം നമുക്ക് പോസിബിൾ ആണെന്നൊരു മെന്റൽ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക. അത്തരത്തിൽ നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു പോസിറ്റീവ് തിങ്കിങ്ങും പോസിറ്റീവ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ആഗ്രഹങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്ന് പറയുന്നത്. നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നമ്മൾ ഓരോ ചിന്തയും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വഴികൾ തെളിഞ്ഞു വരും എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഇതിന്റെ പ്രോസസ്സ്. നമ്മൾ വൈബ്രേഷനിൽ ഉയരണം. നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ചിന്തകൾ കൺട്രോൾ ചെയ്ത് പോസിറ്റീവ് ആക്കി നമ്മൾ വൈബ്രേഷൻ ഉയർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. മാനസികാവസ്ഥയിൽ മാത്രമല്ല, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം മാനിഫെസ്റ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു പ്രോസസ്സും അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്മൾ പെയ്ഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു. പെയ്ഡ് ക്ലാസ്സിൽ ഈ പോസിറ്റീവായ മനോഭാവത്തിന്റെ കൂട്ടത്തിൽ ഒരു 3, 4, 5 കാര്യങ്ങളൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അലൈൻമെന്റിലാകുക. അപ്പോഴായിരിക്കും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ സ്പീഡായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പൊ അതാണ് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൂടാതെ ഹീലിങ്സ് ഞാൻ എപ്പോഴും പറയുന്നതാണ്. നമ്മുടെ ഒരു കമ്പ്യൂട്ടറിന്റെ അകത്തുനിന്ന് നമ്മള് ഒരു ഒരു എന്ത് ചെയ്താലും നമ്മള് ഒരു 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 പ്രോഗ്രാം ഒരു ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്താൽ അത് റീസൈക്കിൾ പ്രത്യേകിച്ച് ഫയലുകൾ റീസൈക്കിൾ ബിന്നിലായിരിക്കും പോയി കിടക്കുക. ആ റീസൈക്കിൾ പക്ഷെ കമ്പ്യൂട്ടറിന്റെ പുറത്ത് പോകുന്നില്ല. അതേ കണക്ക് തന്നെയാണ് നമ്മളുടെ മനസ്സിന്റെ അകത്ത് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന ചിന്തകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ. പോസിറ്റീവ് ചിന്തകൾ നമുക്ക് ഗുണമുണ്ട്, നമ്മൾ കുറച്ചു മുന്നേ തന്നെ പഠിച്ചതാണ്. പക്ഷെ നെഗറ്റീവ് ചിന്തകള് നമ്മുടെ ഗാർബേജ്, അതായത് നമ്മുടെ ഗാർബേജിലല്ല പോയി കിടക്കുന്നത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നമ്മൾ സംരക്ഷിച്ച് നിർത്തേണ്ട നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഡീപ്പായിട്ടുള്ള ഒരു ഇതിലാണ് പോയി കിടക്കുക. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് നെഗറ്റീവോ പോസിറ്റീവോ എന്ന് അറിയില്ല. അതൊരു പ്രോഗ്രാമിംഗ് ആണ് സബ് കോൺഷ്യസ് മൈൻഡ്. ആ പ്രോഗ്രാം അതേപടി അവിടെ അതൊരു എന്താണ് റേഡിയോ കണക്കാണ്. എന്താണോ നമ്മൾ കൊടുക്കുന്നത് പ്ലേ ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് പലപ്പോഴും നമുക്ക് വിവേകപൂർവ്വമായിട്ടൊക്കെ ചിന്തിക്കും. പക്ഷെ കോൺഷ്യസിൽ നിന്ന് ഡയറക്റ്റ് സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് ചിന്തകൾ കയറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സബ് കോൺഷ്യസിൽ ഡീപ്പായിട്ട് കിടക്കും.
അതിനെ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ റീസൈക്കിൾ ബിന്നിൽ കമ്പ്യൂട്ടർ എടുത്താണ് കിട്ടാൻ പോരാ, നമ്മൾ അതിനെ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്ത് കളയണം. സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പൂർണ്ണമായി ഡിലീറ്റ് ചെയ്യണം. അതിനാണ് ഹീലിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാനുള്ള ഒരു ഫെർട്ടൈൽ സോയിലായി മാറും, നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയി മാറും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മുന്നേ ചിന്തിച്ച പോസിറ്റീവ് ചിന്തകൾ റിയാലിറ്റി ആയി മാറാൻ തുടങ്ങും. ഇപ്പോൾ ചിന്തിക്കുന്നത്, ഇനി ചിന്തിക്കാൻ പോകുന്ന ചിന്തകൾ റിയാലിറ്റി ആയി മാറാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഹീലിങ്സ് ഒക്കെ എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. ഹീലിങ്സും അലൈൻമെന്റും മെഡിറ്റേഷനും എല്ലാം എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ പെയ്ഡ് ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മളുടെ കമന്റ് സെക്ഷനിൽ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്ത് നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. താങ്ക് യു.